ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ അഡലീൻസ് കഫേ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന തുംദേന സാത്ത് മേ രോ ഹം നവ എന്ന സീരിയലിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ബാക്കി 5 എപ്പിസോഡും കാണാത്തവർക്ക് ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത് ആ രക്ഷ്യത്തിൻ്റെ ആ പാവക്കൂത്ത് നടത്തുന്ന പ്രോഗ്രാം ആകെ ഫ്ലോപ്പായി. അതിലവരുടെ വല്യമ്മ എന്തോ ചെയ്തിട്ട് ആ പ്രോഗ്രാമിൻ്റെ ആകെ സ്ക്രിപ്റ്റ് മാറി. ഇവൻ്റെ അച്ഛന് എങ്ങനെയാണ് അൽഷിമേഴ്സ് വന്നതെന്നൊക്കെ പിന്നെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ വല്യമ്മ മിഷൻ സക്സസ്ഫുള്ളായി എന്നുള്ള രീതിയിൽ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുകയാണ്. രക്ഷിതാകെ ടെൻഷനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അച്ഛൻ്റെ ആരോഗ്യനില വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിത ഇപ്പോൾ അച്ഛനോടും മറ്റേ ഹിമ്മത്തിൻ്റെ അറോട്ട് അതുപോലെ തന്നെ ചെയ്യാൻ പറയുകയാണ്. ഒന്ന് ശ്വാസം എടുത്ത് വിട്ട് നോക്ക് എന്ന് പറഞ്ഞ് ഒന്ന് ഓക്കെ ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ വല്യമ്മ ആകെ ഹാപ്പിയായി. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അപരാജിത അവളുടെ ആരുവിൻ്റെ ഭാവി അമ്മായിയമ്മ ഒത്തിരി അപമാനിക്കുകയാണ്. നീ എല്ലാത്തിലും തോക്കുകയാണ്, പക്ഷെ നിൻ്റെ അനിയത്തി എല്ലാത്തിലും ജയിക്കുകയാണ്. അപരാജിത ഓൾറെഡി UPSC ക്ലിയർ ചെയ്യാനായിട്ട് എക്സാമൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അവൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാമും കൊളാക്കിയല്ലോ, നിനക്ക് പറ്റാത്ത പണിയാണ് നീ എല്ലാം ചെയ്യുന്നത്, ഇതുകൊണ്ട് നിൻ്റെ വീട്ടുകാർക്ക് എപ്പോഴും അപമാനമാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ ഇൻസൾട്ട് ചെയ്യുകയാണ്. കുറേ കരഞ്ഞതിന് ശേഷം അപരാജിത പറയുകയാണ്, ഞാൻ എല്ലായിടത്തും തോറ്റിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ വീട്ടുകാരെ ഒരു സ്ഥലത്തും തലകുനിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ തുടരെ ഞാൻ എല്ലായിടത്തും തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ പരാജയം അംഗീകരിച്ചിട്ടില്ല. വീണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തോൽവിയിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ +2 ഇങ്ങനെ ഫസ്റ്റ് ടൈം തോറ്റതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ അവൾക്ക് സെക്കൻഡ് റാങ്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തോൽവി അവളെ ബാധിച്ചിട്ടില്ല. പിന്നെ UPSC ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിന് അവൾക്ക് വിഷമമില്ല. അവൾ അതിന് പകരമായിട്ട് ചെയ്തത് അവളുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സായ മഹേശ്വരി സാരി നെയ്യുന്ന ആ പരിപാടിയാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ അവളെ തോൽപ്പിക്കാൻ ആ മധ്യപ്രദേശിൽ തന്നെ ആരുമില്ല എന്നൊക്കെ പറയുവാണ്. എന്നൊക്കെ പറഞ്ഞ് അവൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ വീടാണ്. അവൻ അച്ഛനെ ഒന്ന് കൂളാക്കാൻ നോക്കുന്നു. അവൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനൊക്കെ അച്ഛനോട് പറയുകയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് അവനെ വിളിച്ചിരുന്നത് ചിണ്ടു എന്നാണ്. അപ്പോൾ അത് അച്ഛന് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നുണ്ട് വല്യമ്മ ഈ സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് അവരുടേതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ കൊളായത്. അവർക്ക് അത് തന്നെയായിരുന്നു ആവശ്യം. പുള്ളിയുടെ ഓർമ്മയൊന്നും കിട്ടാൻ പാടില്ല, പിന്നെ ഈ കുടുംബം നശിക്കണം, അതാണ് വല്യമ്മയുടെ ആവശ്യം. അപ്പോൾ വല്യമ്മയുടെ മകന് ഇത് ഏകദേശം സംശയമുണ്ട്. ഇവരിങ്ങനെ ഇവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവനറിയാം അവൻ്റെ അമ്മ കുറച്ച് താണെന്ന് അവനറിയാം, പക്ഷെ അവനൊന്നും മിണ്ടുന്നില്ല. പിന്നെ രക്ഷിത അച്ഛനും അമ്മേനെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ നോക്കുകയാണ്. ആ സിറ്റുവേഷൻ ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കുകയാണ്. അപ്പോൾ വല്യമ്മ പറയുന്നുണ്ട്, നീ എത്ര ശ്രമിച്ചാലും ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇതൊന്നും ഞാൻ ശരിയാക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മകൻ കേൾക്കുന്നുണ്ട്, അവൻ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആണല്ലോ, അപ്പോൾ അവനിങ്ങനെ പറയുകയാണ്, എപ്പോഴും എല്ലാവർക്കും ഒരേ സമയമല്ല, കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ ആഘോഷിക്കേണ്ട സമയം ആഘോഷിക്കണമെന്ന് പറഞ്ഞ് അവർ ചേട്ടാനിയന്മാരെല്ലാവരും കൂടെ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അപരാജിതയുടെ വീട്ടിലും അവർ തിലകിൻ്റെ ഫങ്ഷൻസൊക്കെ തുടങ്ങി. അവിടെയും അവർ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. രണ്ടുപേരുടെ വീടുകളിലും സിറ്റുവേഷൻസ് ഓക്കെ ആക്കുകയാണ്. അവരുടെ വീട്ടുകാരൊക്കെ ഹാപ്പിയായി, എല്ലാവരും അതിൽ പങ്കുചേരുന്നുണ്ട്. അവരെ കുറച്ച് നേരത്തെ വിഷമമൊക്കെ മറന്നുപോയി. പിന്നെ രക്ഷിതിൻ്റെ വീട്ടിൽ കാണിക്കുന്ന അവരുടെ കല്യാണത്തിൻ്റെ ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അമ്മയ്ക്ക് ഷോളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കല്യാണത്തിന്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നോക്കുന്നുണ്ട്. വല്യമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അവിടെ നിൽക്കുമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഫങ്ഷൻസൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നു. ഇതേ സമയം അപരാജിതയുടെ വീട്ടിലും തിലകെന്ന് പറഞ്ഞ അവരുടെ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ഈ ഫങ്ഷൻസിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ പെണ്ണിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അവിടെ ആകുമ്പോൾ ചെക്കന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം, ചെക്കൻ്റെ വീട്ടുകാർക്കും കൊടുക്കണം. അപ്പോൾ അപരാജിതയുടെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു ചെറിയ കവറിൽ ഒരു 2000 രൂപ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് എല്ലാവർക്കും. പക്ഷേ തിരിച്ച് ആരുവിന് ഗിഫ്റ്റ് കിട്ടുന്ന കുറച്ച് വില കൂടിയ സാധനങ്ങളാണ്. വില കൂടിയ ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സ്, സ്വീറ്റ്സ്, അതൊക്കെയാണ് തിരിച്ച് ആരുവിനായിട്ട് അവളുടെ മുഡ്ബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്ന രക്ഷിതിൻ്റെ വീടാണ്. അവിടെ കല്യാണ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആരുവിന് കൊടുക്കുന്ന ഗിഫ്റ്റുകളൊക്കെ കണ്ടിട്ട് ആരുവിൻ്റെ വീട്ടുകാർ പേടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇവർ നല്ല വില കൂടിയ സാധനങ്ങളാണല്ലോ കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ അതിൽ ആരും ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ് അതിലൊക്കെ. അപ്പോൾ അവളുടെ വീട്ടുകാർക്കാകെ ടെൻഷനായി. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തവർക്ക് ഇഷ്ടപ്പെടുമോ, നമ്മൾ വേറെ 2000 രൂപ ഒരു കവറിലിട്ടല്ലേ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ രോഹൻ്റെ അമ്മ പറയുന്നുണ്ട്, ഈ 2000 രൂപ ഞങ്ങൾക്ക് എന്താ പോണ വഴിക്ക് ഐസ്ക്രീം വാങ്ങാനാണോ? ഞങ്ങൾ തറവാടികളാണ്, ഞങ്ങളിങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. നിങ്ങൾ ഒരു പ്രണയബന്ധത്തിൻ്റെ പേരിൽ എൻ്റെ മോന് ഈ ആലോചന നോക്കിയെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ എങ്ങനെയാണെന്ന് പറഞ്ഞവരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കല്യാണ ഫങ്ഷൻസാണ് രക്ഷിത്തിൻ്റെ വീട്ടിൽ നടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ അപരാജിതയുടെ വീട്ടിൽ അവരിങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്ന് അപരാജിതയുടെ വീട്ടുകാരെയൊക്കെ അങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ക്യാഷ് എണ്ണി നോക്കിയിട്ട് പറയുകയാണ്, 2000 രൂപയ്ക്ക് തരാൻ നിങ്ങൾക്ക് നാണയില്ലേ, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുമ്പോൾ അപരാജിതയുടെ അച്ഛൻ പറയുകയാണ്, നമുക്ക് ഇത് തിലക് ഇങ്ങനെയാണെങ്കിലും ഒന്ന് കുറച്ച് ടൈറ്റായി, അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ നടത്തിയത്. നമുക്ക് എൻഗേജ്മെൻറ്റ് നല്ല അടിപൊളിയാക്കാം, നല്ലൊരു ഹോൾ എടുത്തിട്ട് നന്നായിട്ട് നടത്താം. ഈ തിലകിലുള്ള എല്ലാ കുറവുകളും ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് നികത്താമെന്നൊക്കെ പറയുവാണ്. അച്ഛന് ഒത്തിരി നാണക്കേടാവുന്നുണ്ട്. പിന്നെ മോളുടെ സന്തോഷം ഓർത്തിട്ട് പുള്ളിയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അപരാജിത എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നല്ലൊരു സെറ്റ് ഒരു വളകളുടെ സെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾക്കിപ്പം നിലവിൽ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അവളെ കൊണ്ട് പറ്റാവുന്ന ഒരു ഗിഫ്റ്റ് അവളവിടെ അനിയത്തിക്ക് വേണ്ടി വാങ്ങിയിട്ട് അവളുടെ കയ്യിലിട്ട് കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളിട്ട് കൊടുക്കുന്നു. അപ്പോൾ രോഹൻ്റെ അമ്മ പറയുന്നുണ്ട്, സ്വർണത്തിൻ്റെ വിലയൊക്കെ ആകാശം മുട്ടേ നിൽക്കുകയാണെന്നൊക്കെ അറിയാം, എന്നാലും സ്വന്തം ഒരു അനിയത്തിയല്ലേ ഉള്ളൂ, അവൾക്ക് അവളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നാണക്കേടല്ലേ, ചേച്ചിയല്ലേ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ചേച്ചിയല്ലേ, ഇതുപോലും കൊടുക്കാൻ വകയില്ലാത്ത വീട്ടിലേക്കാണ് മൂത്ത മോളെ കെട്ടിച്ച് വിട്ടതെന്നുള്ള രീതിയിൽ അവളെ അപമാനിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ വേണ്ടെങ്കിൽ വേണ്ട, വില കൂടിയത് നമുക്ക് മനസ്സിലാക്കും, ഒരു വെള്ളിയുടെങ്കിലും കൊടുക്കാനുള്ള ഗതി എന്നെ കെട്ടിച്ചെടുത്തില്ലേ, അല്ലെങ്കിൽ നിൻ്റെ കയ്യിലില്ലേ എന്ന് ചോദിക്കുകയാണ്. മധ്യപ്രദേശ് മൊത്തം അറിയുന്ന സാരി നെയ്ത്തുകാരിയാന്നൊക്കെ ഇവിടെ ഭയങ്കര തള്ളിയല്ലേ, എന്നിട്ട് എൻ്റെ 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലേ, ഇത് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വളയല്ലേ, ഇത് വാങ്ങാൻ ആരെക്കൊണ്ടും പറ്റും, ഞങ്ങളിപ്പോൾ ഗിഫ്റ്റിനായിട്ട് കൊണ്ടുവന്നത് തന്നെ വില കൂടിയ സാധനങ്ങളാണ്, അല്ലാതെ ഇങ്ങനത്തെ ചീപ്പ് ഐറ്റംസും ഈ റോഡ് സൈഡിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും ഞങ്ങളാർക്കും ഗിഫ്റ്റ് കൊടുക്കാറില്ല, പ്രത്യേകിച്ച് സ്വന്തം അനിയത്തിക്കൊക്കെ കൊടുക്കുമ്പോൾ സ്പെഷ്യലായിട്ട് കൊടുക്കണ്ടെന്നൊക്കെ പറയണം. രോഹനാകെ നാണക്കേടാകുകയാണ്. ഇവർ കാരണം ഞാനും ഇവരുടെ മുമ്പിൽ ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ നാണം കെടുമല്ലോ എന്ന് പുറത്തിങ്ങനെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു. രക്ഷിത്ത് ചോദിക്കുകയാണ്, എങ്ങനെയാണെന്നെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഫസ്റ്റ് നൈറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ ഹാപ്പിയാക്കാൻ നോക്കുകയാണ്. എന്നിട്ട് രക്ഷിത്ത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഒന്ന് പ്രപ്പോസ് ചെയ്തേക്ക്, ഇത്രയായില്ലേ, ഒന്ന് പ്രപ്പോസ് ചെയ്തേക്കെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ അമ്മേനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് സുധാ എന്നാണ് അമ്മയുടെ പേര്. ആ പേരിങ്ങനെ കണ്ടുപിടിക്കാൻ തപ്പുന്നുണ്ട്, പുള്ളിക്ക് മറന്നു പോയിട്ട്. പിന്നെ അവസാനം കിട്ടി. എന്നിട്ട് പിന്നെ എല്ലാവരും അവർക്കും ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രക്ഷിത്ത് ഇങ്ങനെ പതുക്കെ പുറകിലേക്ക് പോവുകയാണ്. അവനാകെ നാണക്കേടായെന്ന് വെച്ചാൽ അവൻ കാരണം ആ ഫംഗ്ഷൻ കുളമാകേണ്ടതായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സെറ്റായെന്നേ ഉള്ളൂ. അപരാജിതയുടെ അവസ്ഥയും മാറ്റമൊന്നുമില്ല, അതേപോലെ തന്നെയാണ്. ബാക്കി എല്ലാവരും അവൾക്കും അവരുടെ വീട്ടുകാർക്കും പിന്നെ രോഹൻ്റെ വീട്ടുകാർക്ക് നല്ല ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾ മാത്രം നാണം കെട്ട് മാറി നിൽക്കുകയാണ്. രക്ഷിതിൻ്റെ അവസ്ഥ അതാണ്. അവൻ കാരണം അവൻ്റെ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ, സ്വന്തം ഭാര്യയുടെ പേര് പോലും മറക്കുന്ന ഒരവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് അവനും വിഷമിക്കുകയാണ്. 2 പേര് ഒരേ സിറ്റുവേഷനിലൂടെ കടന്നുപോയി അവരാ തിരക്കിനിടയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. 2 പേരും ഒരുപോലെ മനസ്സിലാലോചിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും അവസാനം കൊണ്ട് കലമടയ്ക്കുന്ന പോലെയാണ്, എല്ലാം ഫ്ലോപ്പാകുവാണ്, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വീട്ടുകാരുടെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ അപരാജിത ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവളുടെ അനിയത്തെ വള ഊരി വെച്ചത് അവൾക്ക് വളരെ വിഷമമായിട്ടുണ്ട്. രക്ഷിത്താണേലും അവൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഫംഗ്ഷൻ നടത്തിയത്. അപ്പോൾ അത് പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്നാലും ആദ്യം കൊളായിപ്പോയില്ലേ, അവസാനം അവനത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. അപരാജിത വളയുടെ ബോക്സ് അവിടെ വെച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. ബാക്കി തിലകിൻ്റെ ഫോട്ടോസൊക്കെ അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപരാജിതനെ ഒന്നിനും വിളിക്കുന്നില്ല. അപ്പോൾ രക്ഷിത്ത് അവൻ്റെ റൂമിലേക്ക് വന്നിട്ട് വല്യമ്മ പറഞ്ഞ കാര്യങ്ങളും
അച്ഛന് വീണ്ടും അച്ഛൻ്റെ ആരോഗ്യത്തിന് വഷളായതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഫീൽ ചെയ്യുവാണ്. അപ്പോൾ അവൻ എത്ര നന്നായിട്ട് നടത്താൻ നോക്കിയാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കും. ആരായിരിക്കും അത് ആ സ്ക്രിപ്റ്റ് മാറ്റിയെന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുകയാണ്. എങ്ങനെയൊക്കെ ധൈര്യം കൊടുക്കാൻ നോക്കിയാലും അവൻ്റെ മൈൻഡ് കൂളാവുന്നില്ല. അവന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമാവുകയാണ്. അപരാജിതയുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. അവൾക്കും അതേപോലെ തന്നെയാണ്. അവൾ ചെയ്യുന്നതൊക്കെ ഫ്ലോപ്പ് ആവുകയാണ്. എല്ലാവരുടെയും മുന്നിൽ ഇൻസൾട്ട് ആവുകയും ചെയ്തു. അവളിങ്ങനെ റൂമിൽ നിൽക്കുമ്പോൾ രോഹൻ്റെ അമ്മ വന്നിട്ട് പറയുകയാണ്, എന്താ മാറി നിൽക്കുന്നു ഇവിടെ, വിഷമായോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അപരാജിത പറയും കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് രോഹൻ്റെ അമ്മ പറയുകയാണ്, എൻ്റെ വീട് ഭോപ്പാലിലല്ലേ, അവിടെ അപരാജിതല്ലെന്ന് പറഞ്ഞാൽ നീതിശാലയല്ലേ നീ നടത്തുന്നേ, അതിപ്പോൾ കൂട്ടിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അപരാജിത ഇത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ്. അവളിത് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, നിൻ്റെ എല്ലാ അവിടുത്തെ കാര്യങ്ങളും നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും മറയ്ക്കാൻ നോക്കണ്ട, എത്ര നീ വായിട്ടളിച്ചാലും അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അപരാജിത ഷോക്കായി നിൽക്കുന്നിടത്താണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ എപ്പിസോഡ് കാണാനായി ചാനലൊന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.